ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അതിലേക്ക് ഒരു ചെറിയ എഗ്ഗ് അല്ലെങ്കിൽ ഒരു വലിയ എഗ്ഗ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ്, അതിൻ്റെ കൂടെ ഉപ്പ്, ഗാർലിക് പൗഡർ, ഓനിയൻ പൗഡർ, പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് സ്പൈസസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കയ്യിൽ ഗാർലിക് പൗഡറും അതേപോലെ ഓനിയൻ പൗഡറും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഓനിയനും അതേപോലെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്താൽ മതി. നമ്മളിതിനെ കയ്യിൽ വെച്ച് നെഗറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ്. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതോ വലുതൊക്കെ ആക്കി എടുക്കാം. അതിനെ നമ്മൾ കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കയ്യിൽ അല്പം എണ്ണ ഇട്ടിട്ട് ചെറിയ ചെറിയ നെഗറ്റ്സ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് കോൺഫ്ലോറിൽ നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്തിട്ടുള്ള നെഗറ്റ്സിന് ഫ്രീസറിൽ വെക്കുകയാണ്. ഒരു 1 to 2 hours ഫ്രീസറിൽ വെക്കുക. ഇതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റ് ഇട്ടുള്ള ഒരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ വെച്ചിട്ട് വെക്കുകയായിരിക്കും നല്ലത്. ഇനി നമ്മളിത് കോട്ട് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മൈദ, കോൺഫ്ലോർ, സോൾട്ട്, ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അത്യാവശ്യം ഒരു കട്ടിയുള്ള ബാറ്റർ ആവണ വരെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാട് കട്ടി പറ്റില്ല, അതേപോലെ ഒരുപാട് തിന്നും ആവാൻ പാടില്ല. ഒരു 1/4 to 1 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് കൊടുക്കും ബാറ്ററിന്. ബാറ്റർ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ നഗറ്റ്സിനെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി നമ്മൾ ഈ നഗറ്റ്സ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല ചൂടായിട്ടിരിക്കുന്ന ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു 6 to 8 minutes ഇത് ചിക്കൻ നന്നായി കുക്കാവുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നഗറ്റ്സാണ്. ഇഫ്താർ ടൈമിലും അതേപോലെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതുപോലെ ഉണ്ടാക്കി ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രോസൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ 1-2 മാസത്തോളം കേടാവാതെ നിൽക്കും. ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.